മദീന നമുക്കങ്ങനെ മാർക്കറ്റിംഗ് നടത്തേണ്ട നാടല്ല. നന്ന കളിക്കണ്ട, ഞാൻ നിനക്കതിനെ മദീന ഇത് ദ്വാരക്കുന്നൊക്കെ പറയണ പുതിയ കാലാണിപ്പോൾ. അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാമ്പും കാതലുമായ കാര്യം അവിടുത്തോടുള്ള ബഹുമാനമാണ്. അവിടുത്തോടുള്ള ബഹുമാനാണ്. അതുകൊണ്ടല്ലേ ഇമാം ഷഹറാനി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞത്, മദീനയിലെത്തിയാൽ റൗള ഷരീഫിന്റെ അടുത്തെത്തിയിട്ട് നബിയേ തങ്ങളുടെ കൈ എനിക്കൊന്ന് നീട്ടിത്തരുവോ, എനിക്കൊന്ന് ചുംബിക്കാൻ എന്ന് പറയല് തന്നെ അദബുകേടാണ്. വലിയ ഔലിയാക്കളാകുന്ന റിഫായി ശേഖ് തങ്ങളെപ്പോലുള്ളവരങ്ങനെ പറഞ്ഞത് നേരത്തെ അവർക്ക് മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങൾ പെർമിഷൻ കൊടുത്തത് കൊണ്ട് അവർ ചോദിച്ചതാണ്. ദുർബലരായ നമ്മൾ പോയിട്ട് കൈയൊന്ന് നീട്ടിത്തരുമോ നബിയെ, ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് ചോദിക്കുന്നത് അത് തനിച്ച അദബുകേടാണ്. മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കൈമുത്താൻ മാത്രം നമ്മുടെ വായക്ക് യോഗ്യത ഉണ്ടോ? ചില മജ്ലിസ് നടത്തുന്നവരെ കാണാം, CM വലിയുള്ളാനെ ഇങ്ങോട്ട് വലിക്കും, ജീലാനി തങ്ങളെ വലിക്കുകയെന്ന്, ഖാജാ തങ്ങളെ വിളിക്കുകയെന്ന്. ഭയങ്കര സംഭവല്ലേ? നിങ്ങൾ ആലോചിച്ചു, നമ്മളെ വാപ്പാനെ വിളിക്കോ, വാപ്പ ഇങ്ങോട്ട് വന്നേ അങ്ങനെ പറയോ? അതെന്നെ ഒരു അദബുകേടല്ലേ? എന്നിട്ടല്ലേ ഖാജാ തങ്ങളെ വിളിക്കൽ, എന്നിട്ടല്ലേ CM വലിയുള്ളാഹി തങ്ങളെ വിളിക്കൽ. ആകയാൽ പുതിയ കാലത്തെ ചില മാർക്കറ്റിങ്ങുകളിലൊന്നും നമ്മൾ വിട്ടുപോകരുത്. എന്താണ് മഹബ്ബത്ത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഖുർബ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവയവങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കൈയെ വിശേഷിപ്പിക്കുമ്പോൾ നബി തങ്ങളുടെ ഇടത് കൈ എന്ന് പറയാൻ പാടില്ല. എന്തേ? ഇടത് എന്ന പദം വലതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഭാഗം കുറച്ച് താഴെയാണ്, വലതാണ് മുമ്പിൽ ഉണ്ടാവുക, ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത് കൈ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതും ഒരു അദബുകേടാണ്. അത്രയും ശ്രദ്ധിക്കണം. അവിടത്തെ കുറിച്ച് പറയുമ്പോൾ മദീനനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മദീനയിലെ മണ്ണിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. മദീന നാട്ടിൽ നമ്മൾ എത്തിയാൽ ആ മദീനയിൽ താമസിക്കുന്ന മുഅ്മിനീങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല ഇല്ല. സുക്കാനുൽ മദീന, മദീന താമസക്കാരെ കുറ്റപ്പെടുത്തരുത്, പാടില്ല. നമുക്ക് അവിടെ റൗള ഷരീഫിന്റെ അടുത്തെത്തിയപ്പോ കുറേ നേരം ദ്വാരക്കാനൊന്നും അവിടുത്തെ മുത്തവ നമ്മളെ അനുവദിച്ചില്ല. ഹജ്ജ് യാ ഹജ്ജ് നമ്മളോട് വേഗം പോകാൻ പറഞ്ഞു. അപ്പൊ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതും പറ്റില്ല. എത്ര കിതാബുകളാ പറഞ്ഞത്? കാരണം അവർ റസൂലുള്ളാഹിന്റെ നാട്ടുകാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, മദീനയിലെ അൻസ്വാറുകളെ മഹബ്ബത്ത് വെക്കൽ ഈമാനിന്റെ ഭാഗമാണെന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ ഈന്തപ്പന മരത്തിന് പ്രത്യേകത, മദീനയിലെ ഈത്തപ്പഴത്തിന് മഹത്വം, മദീനയിലെ കാറ്റിന് മഹത്വം, മദീനക്ക് മഹത്വം. അപ്പോൾ മദീന നാട്ടുകാർക്ക് ഉറപ്പല്ലേ മഹത്വം? മദീനയിൽ ചെല്ലുമ്പോൾ നമുക്ക് പേടിയാണ് വേണ്ടത്, ബഹുമാനമാണ് വേണ്ടത്. മദീനയിൽ ഒരാൾ കുറേ ദിവസം നിൽക്കലാണോ നല്ലത്? അല്ല റൗള സിയാറത്തിന് പോയാൽ വേഗം പോയി തിരിച്ചു വരത്താണോ നല്ലത്? എന്താണ് അവിടുത്തെ മസാല? ഒരാൾക്ക് മദീന റൗള ഷരീഫിൽ നിന്നാൽ, മോനെ നീ ഇങ്ങോട്ടല്ലേ തിരിച്ചാൽ മതി, മദീന റൗള ഷരീഫിലെത്തിയാൽ ഒരാൾക്ക് തോന്നാണ്, എന്തോന്നാണ്, ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ വന്ന പോലെ അത്ര ഖുശൂ കിട്ടണില്ലേ റബ്ബേ എന്നൊരാൾക്ക് തോന്നിയാലോ? അയാൾ ഖുശൂ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കണം. എന്നാലും ആദ്യത്തെ ഒരു സ്പാർക്ക് കിട്ടണില്ല, എന്നാൽ മെല്ലെ അയാൾ ഇപ്പം സ്ഥലം വിടണം. അങ്ങനെ നിൽക്കേണ്ടത്. മദീനയിൽ ഭയഭക്തിയോടെ നിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെയാണ് ഒരാൾ റൗള സിയാറത്ത് ചെയ്യുന്നതെങ്കിൽ അയാൾ വീഡിയോ എടുക്കോ റൗള ഷരീഫിൻ്റെ അടുത്തുനിന്ന്? അയാൾ സെൽഫി എടുക്കോ റൗള ഷരീഫിൻ്റെ അടുത്തുനിന്ന്? നിങ്ങൾ ആലോചിച്ച് നോക്കി.
മദീനത്തെ പള്ളിയിൽ നിന്ന് രണ്ടുപേർ ശബ്ദം ഉയർത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ മദീന നാട്ടുകാരായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ വിവരമൊക്കെ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ശിക്ഷ വിധിക്കട്ടായിരുന്നു. ത്വായിഫുകാരായിപ്പോയി, അറിയില്ലായിരുന്നു അല്ലേ ഇവിടുന്ന് ശബ്ദം ഉയർത്തരുത്, ഇനി പാടില്ല. കണ്ടോ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശബ്ദം ഉയർത്തരുത് എന്ന് പറയുന്ന നിയമം നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അവിടുത്തെ വഫാത്തിന് ശേഷവും മദീനയിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. റൗള ഷരീഫിന്റെ അടുത്തുനിന്ന് ശബ്ദം ഉയർത്തരുത്. ഇമാമുമാർ വിശദീകരിച്ചു, നീ മസ്ജിദുൻ നബവിയിൽ പോയപ്പോൾ നിന്റെ കയ്യിലുള്ള ചെരുപ്പ് റാക്കിൽ വെച്ചു, ചെരുപ്പ് വെക്കുന്ന റാക്കിൽ വെച്ചു. മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ മുകളിലുള്ള റാക്കിൽ നിന്ന് ചെരുപ്പെടുത്തിട്ട് നീ താഴെ ഇട്ടപ്പോൾ അവിടുത്തെ മാർബിളിൽ തട്ടി ടപ്പ് എന്നൊരൊച്ചയായി. മോനെ, അത് പറ്റൂല കേട്ടോ. റൗള കേട്ടാൽ അതൊരു അദബുകേടായി പോകും. അത്ര വരെ ശ്രദ്ധിക്കണം. എന്നിട്ടല്ലേ വീഡിയോ എടുക്കല്. ഇത് റൗള ഷരീഫിന്റെ അടുത്ത് മാത്രമാണോ നിയമം? അല്ല. സൂറത്തുൽ ഹുജറാത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ മജ്ലിസിലും സ്വലാത്തിന്റെ മജ്ലിസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമാഇൽ നടക്കുന്ന ദർസിലും ഹദീസിന്റെ ക്ലാസ്സിലുമെല്ലാം ആ അദബ് കീപ്പ് ചെയ്യണം, അദബ് കീപ്പ് ചെയ്യണം. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നമ്മൾ സൗണ്ട് കൂട്ടിയാൽ തന്നെ അൻതഹ്ബത അമാലുക്കും, നിന്റെ ഇതുവരെയുള്ള അമൽ പൊളിഞ്ഞു പോകുമെങ്കിൽ. ഖസ്ത്വല്ലാനി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിക്കുക, മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശബ്ദം ഉയർത്തിയാൽ തന്നെ അമൽ പൊളിഞ്ഞു പോകുമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിനെതിരെ അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസിനെതിരെ, അവിടുന്ന് പഠിപ്പിച്ച ശരീഅത്തിന്റെ നിയമത്തിനെതിരെ നിന്റെ ചിന്തയിൽ ഒരു ചിന്ത വന്നാൽ, യുക്തിവാദിയായാൽ ലിബറൽ ആലോചനയിലായാൽ നിന്റെ അമൽ എപ്പം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അതെന്താ അങ്ങനെ? എനിക്ക് പൊതുവെ അതിനോട് യോജിപ്പില്ല. അങ്ങനെ ചിലർ ചിന്തിക്കും, ഏതെങ്കിലും ഒരു ക്ലിപ്പ് കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ പ്രഭാഷണം കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം, എനിക്ക് പൊതുവെ അതിനോട് യോജിപ്പില്ല. എന്തിനോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു നിയമത്തെയാണ് അയാൾ പറയണത്. മരിച്ചവർക്ക് ഓതണമെന്നും മരണപ്പെട്ടവരുടെ അടുത്തുനിന്ന് ഓതണമെന്നും പഠിപ്പിച്ച നിയമം ഒരാൾക്ക് പറ്റണില്ല. എനിക്കതിനോട് യോജിപ്പില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബിദഅത്തുകാരുടെ അമൽ അല്ലാഹു സ്വീകരിക്കുന്നതല്ല? കാരണം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാത്തിനോടും യോജിപ്പില്ല. അവർക്ക് തോന്നുന്നത് അതത് കാലത്ത് യോജിക്കും, അത്ര തന്നെ. അപ്പോൾ ബിദഅത്തുകാരുടെ അമൽ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഒരാളെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? അല്ലാഹുവിലേക്ക് എത്താൻ ലോകത്തൊരേ ഒരു വഴിയേ ഉള്ളൂ. ആര് പറയുന്നു? സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ലാ മുതാബഅത റസൂൽ മുക്മില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോളോ ചെയ്യണം. റസൂലുള്ളാഹിനെ അംഗീകരിക്കാത്തൊരു മനുഷ്യന് യഥാർത്ഥത്തിൽ അയാൾക്ക് അല്ലാഹുവിലേക്ക് എത്താൻ പറ്റൂല. അങ്ങനെ പലരും എത്താൻ നോക്കിയിരുന്നു. നമുക്ക് അല്ലാഹുവിനെ മതി എന്ന് പറഞ്ഞിട്ട് മലക്കുകളോട് എല്ലാവരോടും കൂടി സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ ആദം നബി അലൈഹിസ്സലാമിന്? അവരെല്ലാം സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അബാ വസ്തക്ബറ. മൂപ്പരെന്താ ന്യായം പറഞ്ഞത്? സുജൂദ് അല്ലാഹുവിന് മാത്രം. ആര് പറഞ്ഞു?
ഇബ്ലീസ് പറഞ്ഞു. അതുകൊണ്ട് മൂപ്പര് ചെയ്ത ഒരു സുജൂദും അള്ളാഹ്ക്ക് വേണ്ട. മൂപ്പരന്റെ ന്യായം എന്താ? സുജൂദ് അള്ളാഹുവിന് മാത്രം. 80,000 കൊല്ലം സുജൂദ് ചെയ്ത് നടന്ന ആളാ മൂപ്പര്. എന്നിട്ട് ഒരു സുജൂദും അള്ളാഹുവിന് വേണ്ട. മൂപ്പരന്റെ ന്യായം എന്തായിരുന്നു? സുജൂദ് അള്ളാഹുവിന് മാത്രം. സ്വഹാബത്തിന്റെ ഇടയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച മുഅ്തസിലി ഖവാരിജത്ത് എന്ന വിഭാഗം, ബിദ്അത്തുകാർ രണ്ട് സുന്നികൾക്കിടയിൽ തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ മസ്ലഹത്ത് ചർച്ച നടക്കാറുണ്ട് അല്ലേ? ഉണ്ട്. അതുപോലെ സ്വഹാബത്തിന്റെ ഇടയിൽ തർക്കം ഉണ്ടാക്കാനും ഫിത്ന ഉണ്ടാക്കാനും ഖവാരിജത്ത് എന്ന ബിദ്അത്ത് ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ രണ്ട് സ്വഹാബിമാരെ അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു മധ്യസ്ഥരായിട്ട് നിശ്ചയിച്ചു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും നിശ്ചയിച്ചു. അന്നത്തെ ഖവാരിജത്തിന് മനസ്സിലായി ഇവര് മസ്ലഹത്ത് ചർച്ച നടന്നാൽ നമ്മൾ ഒഴുകിപ്പോകും എന്ന്. അപ്പോൾ അവര് പറഞ്ഞു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി നടത്താൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ഇവർ രണ്ടാളും വിധി തീർപ്പാക്കിയാൽ നമ്മൾ അംഗീകരിക്കൂല. നിങ്ങൾ ലോകത്തേത് തെറ്റിയ വിഭാഗവും അള്ളാഹിനെ വെച്ചിട്ടാണ് കളിക്കല്. ഇബ്ലീസ് എന്ന് പറഞ്ഞിരുന്നത് ആദ്യം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് അള്ളാഹുവിന് മാത്രം. ഖവാരിജത്ത് എന്ന ബിദ്അത്ത് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് പറഞ്ഞത് വിധി തീർപ്പാക്കാൻ അള്ളാഹ്ക്ക് മാത്രം. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്ന് പറയുന്ന ആയത്ത് ആർക്കെതിരെ ഓതുന്നത്? സ്വഹാബത്തിനെതിരെ. ആയത്ത് ആരുടെ മുമ്പിൽ നിന്നാണ് ജിബ്രീൽ ഇറക്കിക്കൊണ്ടുവന്നത്? സ്വഹാബത്തിന്റെ ഇടയിൽ. എന്നിട്ട് ആ സ്വഹാബത്തിനെതിരെ ബിദ്അത്തുകാർ ആയത്ത് കൊണ്ടുവരികയാണ്. ബിദ്അത്തുകാരുടെ കാര്യം കേട്ടാൽ തന്നെ ഒരു കോമഡിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളെ സ്വഹാബത്ത് പിടിച്ചു. സ്വഹാബത്ത് പിടിച്ചപ്പോൾ ഇയാൾ എന്താ പറഞ്ഞറിയോ? സ്വഹാബത്തിനോട് അലി റളിയല്ലാഹുവിനെ കൊന്ന ആൾ എന്താ പറഞ്ഞറിയോ? എൻ്റെ കൈ വെട്ടിക്കോളി, എൻ്റെ കാല് വെട്ടിക്കോളി, എൻ്റെ ഏതവയവും നിങ്ങൾ എടുത്തോളി, എൻ്റെ നാവൊന്നും ചെയ്യല്ലേ. അതെന്തേ? എനിക്ക് അള്ളാഹുവിന് ദിക്റല്ലണോ? എൻ്റെ മോനെ, എൻ്റെ മോനെ. ആര്? അലി റളിയല്ലാഹുവിനെ കൊന്നാളെ മൂപ്പരുടെ വർത്താനം കേട്ടങ്ങള്, എൻ്റെ നാവുങ്ങളൊന്നും ചെയ്തേക്കല്ലേ. തബ്ലീഗുകാരുടെ താടി കണ്ടിട്ട് വീഴേണ്ടവരല്ല നമ്മൾ. ബിദ്അത്ത് ബിദ്അത്ത് തന്നെ. അന്നെന്താ അവര് പറഞ്ഞിരുന്നത്? ഇബ്ലീസ് സുജൂദ് അല്ലാഹുവിന് മാത്രം. ഇടക്കാലത്ത് എന്താ സ്വഹാബത്തിനെതിരെ ബിദ്അത്തുകാർ പറഞ്ഞത്? വിധി കൽപ്പിക്കാൻ അള്ളാഹ്ക്ക് മാത്രം. ഇപ്പോഴത്തെ പോസ്റ്ററിൽ എന്താ വഹാബികൾ പറഞ്ഞേക്കണത്? ആരാധന അള്ളാഹുവിനോട് മാത്രം. ഓ, അപ്പോൾ എല്ലാത്തിലും ഒരേ അച്ഛനെയാണ് അവർ ഉപയോഗിക്കുക. അവർക്ക് ഏറ്റവും ദേഷ്യം റസൂലുള്ളാഹിനോടായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ബിദ്അത്തുകാരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയേ, നബി തങ്ങളുടെ ഉപ്പിയുമ്മിയും നരകത്തിൽ. നിങ്ങൾ ആലോചിക്കുക, റസൂലുള്ളാഹിക്ക് എത്ര വേദന ഉണ്ടാവും അവിടുത്തെ ഉപ്പാനും മാനും പറഞ്ഞാൽ. എത്ര വേദന ഉണ്ടാവും. ലോകത്തെല്ലാ മുഅ്മിനീങ്ങളെയും ശഫാഅത്ത് ചെയ്തിട്ട് തങ്ങൾ സ്വർഗത്തിലെത്തിക്കുമ്പോൾ തങ്ങൾക്ക് ജന്മം നൽകിയ ആമിന ബീവി നരകത്തിലോ? ആ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾക്ക് സഹിക്കോ? ഈ ലോകത്തെ സർവ്വ മക്കളോടും ഉമ്മമാർക്ക് ദ്വാരക്കണം, ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങണം, ഉമ്മമാർക്ക് വേണ്ടി എല്ലാ ഖിദ്മത്തും ചെയ്യണമെന്ന് പഠിപ്പിച്ച തങ്ങളുടെ ഉപ്പിയുമ്മി നരകത്തിലോ? എന്നിട്ട് ഈ മുജാഹിദും ജമാഅത്തും സ്വർഗത്തിൽ പോകുന്നൊന്ന് കാണണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാ? ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാ? മക്ക, മദീന, കഅബ, അർശ്, കുർസി, ഏതാ സ്ഥലം? ചർച്ചകൾക്കൊടുവിൽ മഹാന്മാര് തീർപ്പ് കൽപ്പിച്ചു. മക്കയാണെന്ന് പറഞ്ഞവരുണ്ട്, മദീനയാണെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരും ഐക്യ കണ്ടതിനെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം? ഇത്തഫഖത്തിൽ ഉമ്മത്തു വല്ല ഇമ്മത്തു അല അന്ന അഫ്ളൽ ബുഖാ. ഒരാൾക്ക് എതിരഭിപ്രായം ഇല്ലാത്തവണ്ണം എല്ലാവരും പറഞ്ഞൊരു സ്ഥലമുണ്ട്, 1ാം റാങ്ക്. അതേതാണെന്നറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ടച്ച് ചെയ്തിരിക്കുന്ന റൗള ഷരീഫിൻ്റെ ഉൾഭാഗം. ലാ ത്വീബ യഅദിലു തുർബൻ ലമ്മ അളുമുഹു
മുത്തുനബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട അവയവങ്ങൾ ടച്ച് ചെയ്ത മണ്ണിനേക്കാൾ സുഗന്ധമുള്ള മണ്ണ് ലോകത്ത് ഏത് മണ്ണാണ് ഉണ്ടാവുക? യാ അല്ലാഹ്, ആ തിരുശരീരം ആദ്യമായി ടച്ച് ചെയ്ത സ്ഥലം ആമിന ബീവിയുടെ ഗർഭപാത്രം. എന്നിട്ട് ആ ആമിന ബീവി നരകത്തിലും മുജാഹിദുകാർ സ്വർഗത്തിലും. എങ്ങനെയുണ്ട്? അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ കയ്യിൽ എന്താ? മിഠായി. എടുത്തേക്ക, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. ആർക്ക്? എൻ്റെ മോൻ്റെ. അതെന്ത്? അവൻ്റെ ബർത്ത്ഡേ. അത് ആഘോഷിക്കാൻ പറ്റുമോ? അത് സന്തോഷമല്ല ഉസ്താദേ. റസൂലുള്ള ജനിച്ചത് എനിക്ക് ടെൻഷനാ. റസൂലുള്ള ജനിച്ചപ്പോൾ ഒരാൾക്ക് ടെൻഷനായിട്ട് കരഞ്ഞിന് ഇബ്ലീസ്. മുപ്പറാരങ്കായിട്ട് വരും നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടാൻ പറ്റോ? അമിൻ തദക്കുരിജി റാനിം ബിദി സലമി മസജ് തദം അൻജറ മിൻ മുഖലത്തിൻ ബിദമി. പാടാൻ പറ്റോ? നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലില മിൻഹു വലാ നഅമി. ചൊല്ലാൻ പറ്റുമോ? ഇല്ല. അസ്വലാത്തു അലൻ നബി ചൊല്ലാൻ പറ്റുമോ? ഇല്ല. നബി തങ്ങളുടെ പ്രത്യേകത ഒന്നും പാടാൻ പാടില്ല. ഇല്ല. നീ ഏതാ പാർട്ടി? ഇന്നാലിന്ന പാർട്ടി. ജയിക്കും. അതെന്തേ? നമ്മളെ ലീഡർ ഭയങ്കര സംഭവം. നിന്റെ ലീഡറുടെ മതം പറയാൻ പറ്റുമോ? പറയാ. ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടാവോ സ്വന്തം ലീഡറുടെ മദ്ഹ് പ്രത്യേകത പറയാൻ പാടില്ല എന്ന് പറയുന്നത്? ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ഉണ്ടാവോ സ്വന്തം ലീഡറുടെ പ്രത്യേകത പറയരുത് എന്ന് പറയണത്? അപ്പൊ അവര് പറയും ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചിട്ട് മദ്ഹ് പറയാൻ പാടില്ല, അഥവാ റബീഉൽ അവ്വൽ 12 പാടില്ല. ഓക്കെ, മഴക്കാലമായതുകൊണ്ട് നമ്മളെ മഹല്ല മറ്റേ റബീഉൽ അവ്വൽ 24 അത് പറ്റോ? എന്താ പറയാ 24 മാറ്റാ. റബീഉൽ അവ്വൽ 25 പറ്റുമോ? 1 പറ്റുമോ? ഇല്ല. അപ്പൊ തങ്ങളുടെ ഉപ്പാനും ഉമ്മാനും അവര് നരകത്തിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യുന്നതിന് മഹത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ് എന്ന അർത്ഥത്തിൽ അവിടത്തോട് സഹായം തേടാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഹക്ക് ജാഹ് കൊണ്ട് ദുആ ചെയ്യാൻ പറ്റുമോ? തവസ്സുലാക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ നടക്കുന്ന മജ്ലിസ് റൗള ഷരീഫിൽ നിന്ന് കാണുമെന്ന അദൃശ്യകാര്യം അറിയുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ എന്താ മുജാഹിദ് ജമാഅത്തിന്റെ ഉത്തരം? എന്താ ഉത്തരം? അവർക്കാകെ ദേഷ്യം റസൂലുള്ളാഹിനോടാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിലേക്ക് എത്താനുള്ള ഒരേ ഒരു വഴി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബ് വക്കലാണ്, മഹബ്ബത്ത് വക്കലാണ്. സുന്നികളും അസുന്നികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. സുന്നികൾക്ക് എപ്പോഴും സ്വലാത്ത് ഉണ്ടാവും, അനങ്ങാൻ സ്വലാത്തായിരിക്കും. KG മുതൽ PG വരെ ഒന്നിച്ച് പഠിച്ച 2 കൂട്ടുകാർ, ഒരാള് വിദേശത്തും മറ്റൊക്കെ പോയി അവിടെ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ ന്യായം പറഞ്ഞ് ബിദ്അത്തുകാരനായി. പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ്, വരുമ്പോക്ക് ഷിർക്കായി. എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുതിയ തീരുമാനത്തിലേക്ക് മൂപ്പരെത്തിയത്. മറ്റേ ആള് നാട്ടിൽ തന്നെ ആയതുകൊണ്ട് സുന്നിയായി തുടരുന്നു. ആ കോളേജിൻ്റെ അലുമിനി മീറ്റിംഗ് നടക്കുകയാണ് 25 വർഷത്തിന് ശേഷം. അവർ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ സുന്നിയായ ആള് പറയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഗോയിങ് ആസ് വെൽ, അടിപൊളിയായിട്ട് പോകുന്നു. നിന്റെ വർത്താനം എന്താ? എന്ത് മരിക്കണ്ടേ എന്നുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമുക്കൊക്കെ ഉള്ളത്? പിന്നെ കുറച്ച് സ്വലാത്തും ദിക്റൊക്കെ തന്നെ ആകുള്ളൂ.
നീ എന്താ സ്വലാത്ത് ദിക്റെന്ന് വെച്ചാൽ? നമുക്ക് പിന്നെ എപ്പോഴും സ്വലാത്താണല്ലോ. എന്ത് സ്വലാത്ത്? മഹ്ലറത്തുൽ ബദരിലേക്ക് ഇരുന്നാൽ സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബതി. അത് എനിക്ക് പറ്റുമോ? നമുക്ക് ഷിർക്കാണ്. ശരി, നമുക്കത് ഷിർക്കും പെറുക്കൊന്നും അല്ലാണ്ട് അങ്ങനെ സ്വലാത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ ഉള്ളത്? പിന്നെ നമ്മൾ അനങ്ങിയ മൗലിദല്ലേ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എനിക്ക് പറ്റോ? ആവാൻ പറ്റൂല. കുട്ടികൾ തന്നെ ചിരിക്കുന്നു. ആവാൻ പറ്റൂല. പിന്നെ എനിക്കെന്താ ഉള്ളത്? പിന്നെ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അനങ്ങിയ സ്വലാത്താണ്. സ്വലാത്ത് പിന്നെ അടിച്ച് കയ്യും കണക്കൂലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരട്ടെ. പിന്നെ ഇതിൻ്റെ എല്ലാ പുറമെ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്തുണ്ട്, ഹദ്ദാദ് കഴിഞ്ഞിട്ട് സ്വലാത്തുണ്ട്, മജ്ലിസ് കഴിഞ്ഞിട്ട് സ്വലാത്തുണ്ട്, സ്വലാത്ത്. പിന്നെ അതിൻ്റെ പുറമെ എല്ലാ വെള്ളിയാഴ്ച രാവും സ്വലാത്തുണ്ട്. നിനക്കെന്താ ഉള്ളത്? സ്വലാത്തായിട്ട്. പിന്നെ ദിക്റോ? ദിക്ർ അഫ്ളൽ ദിക്ർ നിസ്കാര ശേഷം ഒരു 50 അങ്ങനെ വരും, 5 വക്ത്. ഫഅലം അന്നഹു ഹദ്ദാദ് പറ്റൂലല്ലോ, പറ്റൂല. പിന്നെ അൽഹംദുലില്ലാഹ് കുറച്ച് സുന്നത്ത് നോമ്പ്, ബറാത്ത് നോമ്പ് പറ്റൂല, മേറാജ് നോമ്പ് പറ്റൂല, പറ്റൂല. ബറാത്തിലെ 3 യാസീന് പറ്റൂല, ദുഹാന് പറ്റേ ചെയ്യില്ല. വരണ്ട് ഉണങ്ങിയ സാധനമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. വരണ്ട് ഉണങ്ങിയതാണ്. ഒരു സാധനം പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. തീർന്നു ഇല്ല. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഇവിടെയുള്ള ഒരു ബിദ്അത്തുകാരൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ട് പ്രായമുള്ള ഒരു ഉപ്പാപ്പ മരിച്ചുപോയി വിചാരിക്കുക. ആ കുടുംബമൊക്കെ ബിദ്അത്തുകാരാണ്. എങ്കിലെന്താ സംഭവിക്കുക? ഗൾഫിൽ നിന്ന് അർജൻറ്റ് യാത്രയൊക്കെ സെറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഫാമിലിയൊക്കെ വന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉള്ള ആ മയ്യത്തിനെ കണ്ടപ്പം തന്നെ പേരക്കുട്ടികളൊക്കെ കരയാൻ തുടങ്ങി. ഇന്നലെ രാത്രി വരെ ഉപ്പാപ്പ വീഡിയോ കോൾ ചെയ്തിട്ട് ഉപ്പാപ്പക്ക് മോളെന്താ കൊണ്ടുവരാന്നൊക്കെ ചോദിച്ചു. ഉപ്പാപ്പയല്ലേ കരയുന്നത് എന്നർത്ഥത്തിൽ, കിടക്കുന്നത് എന്നർത്ഥത്തിൽ ഈ കുട്ടി കരയാൻ തുടങ്ങി. ആ കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ട് ദ്വാരക്കാൻ പോവാണ്. എന്ത്? എൻ്റെ ഉപ്പാപ്പാക്ക് നീ സ്വർഗം. അങ്ങനെ ദ്വാരക്കാൻ പോകുമ്പം ജമാഅത്തെ ഇസ്ലാമിക്കാരനായ അല്ലെങ്കിൽ മുജാഹിദുകാരനായ വഹാബിയായ ഉപ്പ ഈ കുട്ടീൻ്റെ കൈക്കൊരു നുള്ളു കൊടുക്കും. അനങ്ങാണ്ടിക്ക് മിണ്ടാണ്ടെന്നോടുന്നു. എന്ത് ഉപ്പ എന്തിനാ നുള്ളുന്നു? മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഉണങ്ങിയ മതാണ് ഇവരുടേത്. ഈ അപകടത്തിൽ മരിച്ച ഉപ്പാപ്പാക്ക് പുറത്തു കൊടുക്കണേ, അല്ലെങ്കിൽ സ്വർഗം കൊടുക്കണേ, ഉപ്പാപ്പാക്ക് നമ്മൾ ചെയ്ത ഫാത്തിയൻ്റെ വർക്കത്തുകൊണ്ട് സ്വർഗം കൊടുക്കണേന്ന് ദ്വാരക്കാൻ പറ്റൂല. അത്രക്കും വരണ്ടുപോയ ഉണങ്ങിയ പ്രത്യയശാസ്ത്രമാണ് ഇവരുടേത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അത്രക്ക് ഉണങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ബിദ്അത്തുകാരുടെ ഒരു കഥ. അതിൽ പെടാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ മക്കളെ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഉപ്പമാരോട് ഉമ്മമാരോടുള്ള വസിയത്താണ്. ബിദ്അത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്, വൃത്തികേടുകളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ 2 കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അല്ലിമു ഔലാദക്കും അസ്സുന്നത്ത് വൽ ജമാഅ. അതാണ് ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ എന്ന ആയത്തിന് ഇമാം കുശൈരി റഹിമഹുല്ലാ കൊടുത്ത വ്യാഖ്യാനം.
നിങ്ങൾ മക്കളെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം തന്നെ മഹാനവറുകൾ പറയണത്, നിങ്ങൾ മക്കൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം, മദ്രസ നന്നായി പഠിപ്പിക്കണം, കുട്ടികളെ ഇൽമിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടണം, സ്മൈൽ കൂട്ടുകാരാക്കി മാറ്റണം അവരെ ചെറിയ പ്രായത്തിൽ തന്നെ, സ്മാർട്ട് കോർ അംഗങ്ങളാക്കാൻ ശ്രമിക്കണം, SSFൻ്റെ മക്കളാക്കി അവരെ വളർത്തിക്കൊണ്ടുവരണം. എന്നാലാണ് അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ വഴിയിലേക്കുണ്ടാവുക. രണ്ടാമത്തത്, അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ സ്വാലിഹീങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. ഉമ്മമാരതിന് സമയം കണ്ടെത്തണം. വിശേഷിച്ച് ഇളം പ്രായത്തിലുള്ള മക്കൾ 3 വയസ്സ്, 3.5, 4, 4.5, 5 ഈ പ്രായത്തിലൊക്കെ ഉള്ള ആൺകുട്ടികൾ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് ഉമ്മമാർ കഥ പറഞ്ഞു കൊടുക്കണം. റിഫായി ഷേഖ് തങ്ങളുടെ കഥ, ഖാജ തങ്ങളുടെ കഥ, ജീലാനി തങ്ങളുടെ കഥ, സ്വഹാബത്തിൻ്റെ കഥകൾ, സ്വാലിഹീങ്ങളുടെ കഥകൾ പറഞ്ഞു കൊടുത്താൽ, ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ഉറച്ചുറച്ചു വരും. അവർ പിന്നെ ബിദ്അത്തിലേക്ക് പോകില്ല, അവർ വേറെ ഒരു ആലോചനയിലേക്ക് പോകൂല. അവർക്ക് ജീലാനി തങ്ങളുടെ മാസമായാൽ ജീലാനി ആണ്ട് കഴിക്കൽ അവർക്ക് ഇബാദത്താണ്. അവർ കുഞ്ഞിളം കാലത്തു തന്നെ ജീലാനി തങ്ങളുടെ കഥകൾ പഠിച്ചിട്ടുണ്ട്. ഉമ്മമാർ ഓൺലൈൻ മജ്ലിസ് ഒന്നൊന്ന് ഇറങ്ങുക, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോകുക, എന്നിട്ട് സമയം കണ്ടെത്തണം, ഓഫ്ലൈനായി കഥകൾ പറഞ്ഞു കൊടുക്കണം. ഉമ്മമാർക്കാണ് അതിന് സാധ്യത കൂടുതൽ. ചേർത്ത് പിടിക്കുക കുട്ടികളെ. എന്നിട്ട് ആ കുട്ടിനോട് ചോദിക്കുക, മോൻക്ക് ഖാജ തങ്ങളെ അറിയോ? ആ കുട്ടിക്കാണ് ഞാൻ ഇന്ത്യയിലായിട്ട് അജ്മീറിൽ സിയാറത്തിന് പോയില്ലല്ലോ എന്ന് വലുതാവുമ്പോൾ ആലോചിക്കണമെങ്കിൽ ആ കുട്ടിക്കാരാണ് ഖാജ തങ്ങളെന്നറിയണം. ഇല്ലെങ്കിൽ ബിദ്അത്തിന്റെ വരണ്ടുണങ്ങിയ ആശയമാണ് അവൻ്റെ ഹൃദയത്തിലെ പ്രത്യാശാസ്ത്രമെങ്കിൽ ഖാജ തങ്ങൾ, ജീലാനി, ഹു ഈസ് ജീലാനി? ആരാ? റിഫാ? അതാരാ? അള്ളാഹുവിൻ്റെ സൃഷ്ടികളെല്ലാം ഈക്വൽ, വി ആർ ഈക്വൽ എന്ന ഭൗതികമായ മെറ്റീരിയൽ ആലോചനയായിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. അതെ, അത്രേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്? അവർക്കറിയില്ല, മതമറിയില്ല. ആ കുട്ടികളല്ല കുറ്റവാളികൾ. Their parents, അവരുടെ മാതാപിതാക്കളാണ് അവരെ നേർവഴിയിൽ എത്തിക്കാതിരുന്നത്. 6ാം ക്ലാസ്സിൽ നിന്ന് മദർസ ഒഴിവാക്കാൻ ആഖിർ ഓർക്കുന്ന ഒരു ഉപ്പാക്ക് എങ്ങനെ കഴിയുക? അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു ഉമ്മാക്ക് എങ്ങനെ സാധിക്കുക ഒരു കുട്ടി 7ാം ക്ലാസ്സിൽ എത്തിയിട്ട് ഒഴിവാക്കാൻ? എങ്ങനെയാ പോസിബിൾ ആവുക? എൻ്റെ മകൻ്റെ പഠനം ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയാൽ മിസ്സാകുമോ എന്ന് പേടിച്ചിട്ട് വേറൊരു രാജ്യത്തുള്ള ഖാളി സ്ഥാനം ഒഴിവാക്കി നാട്ടിൽ തന്നെ നിന്ന മഹാനാണ് തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ഓര മോനാണ് ലോകറിയപ്പെട്ട പണ്ഡിതനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. കണ്ടോ? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പൊതുവിൽ നടക്കുന്ന ഒരു തിയറി പറയുന്നുണ്ട് അവിടുത്തെ തംബീഹുൽ മുഖ്തരീൻ എന്ന കിതാബിൽ. എന്താ പറയണത്? പൊതുവിൽ നമ്മളെ നാടുകളിൽ പ്രതിഭകളുടെ മക്കൾ, മഹാന്മാരുടെ മക്കൾ പ്രതിഭകളാവാറില്ല. എന്തേ കാരണം? അവർ പല കാര്യത്തിലും തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ അത്ര കണ്ട് എൻഗേജ് ആവാൻ കഴിയാറില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരുപാട് കമ്പനികൾ നടത്തുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നു, ഒരുപാട് ഷോപ്പുകൾ അവർ നടത്തുന്നു. അത്രയും വലിയ ബിസിനസ് മുതലാളി വലിയ പ്രതിഭയുടെ ഉപ്പയാവാനുള്ള സാധ്യത കുറവാ. മക്കളെ നോക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല. വലിയ ആലിമിന്റെ മകൻ പൊതുവെ ആലിമീങ്ങളാവാറില്ല, പൊതുവിൽ ആവാറില്ല. വലിയ മഹത്വമുള്ളവരുടെ മക്കൾ പൊതുവിൽ തിരക്ക് പിടിച്ച ജീവിതമായതുകൊണ്ട് തന്നെ ഉപ്പാക്ക് മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാറില്ല. സുബ്കി ഇമാം പറയാ. പക്ഷേ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാ, പക്ഷേ
സുബ്കി ഇമാമിന്റെയും ബുൽഖീനി ഇമാമിന്റെയും കുടുംബം അങ്ങനല്ല. ആ കുടുംബമേ പണ്ഡിത കുടുംബം. തഖിയുദ്ദീൻ സുബ്കിറുല്ലാഹിന്റെ മകനാണ് താജുദ്ദീൻ സുബ്കിറുല്ലാഹു. സർവ്വ ദർസുകളിലും ഓതുന്ന ജംഉൽ ജവാമിന്റെ മുസന്നിഫ് മകൻ. കണ്ടോ, ബുൽഖീനി കുടുംബമേ ആലിമീങ്ങളുടെ കുടുംബമാണ്. എത്ര ബുൽഖീനി ഇമാമുമാരാ! സുബ്കി ഇമാമിന്റെ കുടുംബത്തിലും ഉണ്ട് ധാരാളം ആലിമീങ്ങൾ. ബദ്റുദ്ദീൻ ഗസി തങ്ങളുടെ മോനാ നജ്മുദ്ദീൻ ഗസി തങ്ങൾ, റളിയുദ്ദീൻ ഗസി തങ്ങൾ കുടുംബനാഥന. എത്ര മഹാന്മാരാ! നമുക്കതിന് സമയം ഉണ്ടാവണം. കുറേ പ്രവാസി മീറ്റിലെല്ലാം പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മോനെയും നമ്മൾ നോക്കണം. കുറേ സ്ഥാപനങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ മോൻ നന്നാവണമെന്ന് ദ്വാരക്കാൻ സമയം കണ്ടെത്തണം. അതും വേണം. അങ്ങനെ നമ്മൾ മഹബത്തുള്ളവരാവണം. എന്താണ് മഹബത്ത് എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹബത്ത് സ്വഹാബത്തിനെ പോലെ മഹബത്ത് വെക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. കഴിയോ? ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അള്ളാഹുവിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. സ്വലാത്ത് ചൊല്ലിയാലുള്ള മെച്ചം, മഹത്വങ്ങൾ ധാരാളം ഉണ്ട്. അതിൽ കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്താം. സ്വലാത്തിന്റെ മഹത്വം എണ്ണിത്തീർക്കാൻ കഴിയില്ല. സ്വലാത്തിന്റെ മഹത്വം പറയുന്ന കിതാബുകളൊക്കെ പറയണത് ഒന്നിക്കൽ മഹത്വം പറയുന്നതിൻ്റെ തുടക്കത്തിൽ പറയും, മഹത്വങ്ങളിൽ കുറച്ച് പറയാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ 1075 മഹത്വം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും, ഇത് മഹത്വങ്ങളിൽ കുറച്ചേ ആയിട്ടുള്ളോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുന്ന ആയിരിക്കും തോന്നരുത് ഞാൻ ഫുൾ മഹത്വം പഠിച്ച് ഇത്ര ഇതിന് മഹത്വമുള്ളൂ എന്ന് വിചാരിക്കരുത്. സ്വലാത്തിൻ്റെ മഹത്വം പറയുന്ന എത്ര കിതാബാ ലോകത്തുള്ളതെന്ന് അറിയാം. ഒരാൾ 1000 കിതാബ് മുത്താല ചെയ്തെന്ന് വിചാരിച്ചോ, സ്വലാത്തിൻ്റെ മഹത്വം പറയുന്ന തീർന്നു? ഇല്ല. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞത്, ഒരാളുടെ ശ്വാസോച്ഛ്വാസം മുഴുവനും, അങ്ങനെ പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്നതും ഉള്ളിലേക്ക് വലിക്കുന്നതും, ആ സമയം മുഴുവൻ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. എങ്ങനെ? ഒരാൾ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുന്ന സമയം, പുറത്തേക്ക് ശ്വാസം വിടുന്ന സമയം, ശ്വാസോച്ഛ്വാസങ്ങളുടെ സമയം മുഴുവൻ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാട് പൂർത്തിയാവോ? ഇല്ല. പൂർത്തിയാവില്ല. ഒരാളുടെ തല മുതൽ കാല് വരെ രോമം മുളക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും മഹബത്തിന്റെ രോമം മുളച്ചു എന്ന് വിചാരിക്കുക. ഈ രോമകൂപങ്ങൾ മുഴുവൻ മഹബത്തിന്റെ രോമകൂപങ്ങളാണ്. എന്നാൽ തങ്ങളോടുള്ള കടപ്പാട് പൂർത്തിയാവോ? ഇല്ല. അത്രമേൽ ഈ ഉമ്മത്തിനെ പോറ്റിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു ചോദിച്ചത്, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഉമ്മത്ത് നന്നാവണം, ഉമ്മത്ത് സ്വർഗത്തിലെത്തണം എന്ന് കരുതിയിട്ട് എത്രയാ തങ്ങൾ കഷ്ടപ്പെടുന്നത്? എത്രയാ ഉറക്കൊഴിഞ്ഞത്? എത്ര കാല് നീര് കെട്ടുന്നത് വരെയാ നിസ്കരിച്ചത്? എത്രയാ ഏറുകൊണ്ടത്? എത്രയാ ചീത്ത കേൾക്കേണ്ടി വന്നത്? എത്ര അക്രമങ്ങളാ ഏറ്റുവാങ്ങിയത്? എന്നിട്ട് ഖുർആൻ തന്നെ ലാസ്റ്റ് ചോദിക്കേണ്ടി വന്നു, ലഅല്ലക ബാഖിയുൻ നഫ്സക, തങ്ങളെ തടി നോക്കുന്നില്ലല്ലോ നബിയെ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദിക്കേണ്ടി വന്നു തങ്ങളോട്. എന്താ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന്? അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് തങ്ങൾ പോകുന്നതെന്ന് ആയിഷമ്മ നോക്കിയപ്പോൾ അവിടുന്ന് നിസ്കരിക്കാനാണ് പോകുന്നത്.
നിസ്കാരത്തിലെ നൃത്തത്തിൽ, റുകൂഇൽ, സുജൂദിൽ, അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ അവിടെ ഒക്കെ ദ്വാരക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മത്തി, അതിൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്നാണ്. നിസ്കാരം കഴിഞ്ഞ പായിഷുമ്മ ചോദിച്ചു, അല്ല നബി, ഉമ്മത്തിനെ കിട്ടുമ്പോൾ ദിക്റും ഖുർആനൊക്കെ മറന്നോ? ഇതെന്താ അതെന്നെ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്നത് ഉമ്മത്തിന് വേണ്ടിയാണ്. എൻ്റെ ഖബറിലും ഉമ്മത്തിനെയാണ്, ഞാൻ പരലോകത്തെത്തിയാലും ഉമ്മത്തു തന്നെ. സർവ അമ്പിയാക്കൾക്കും വലിയ സിംഹാസനം അള്ളാഹു സംവിധാനിക്കും. സർവ അമ്പിയാക്കൾക്കും വലിയ സിംഹാസനം അള്ളാഹു സംവിധാനിക്കും. എല്ലാ അമ്പിയാക്കളും കഷ്ടപ്പെട്ടതിൻ്റെ, ത്യാഗങ്ങൾ സഹിച്ചതിൻ്റെ പ്രതിഫലം എന്നോണം മഹ്ശറിൽ സംവിധാനിച്ച ആ സിംഹാസനത്തിൽ കയറിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ മിമ്പർ മാത്രം അവിടെ ബാക്കിയാവും. കാരണം ഞാൻ അവിടെ ഇരുന്നാൽ എന്നെ നോക്കി വരുന്ന ഉമ്മത്തിനെ ആരാ നോക്കുക? അവരെന്നെ പ്രതീക്ഷിച്ചിട്ടല്ലേ വരുന്നത്, അവരെന്നെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചിട്ടല്ലേ വരുന്നത്, അവരാരാ നോക്കുക? കണ്ടോ, നമ്മുടെ നാട്ടിലെ വയസ്സായ ഉമ്മാമ്മമാരൊക്കെ പാത്തു വെക്കുന്ന ചില സ്വർണത്തിൻ്റെ കഷ്ണങ്ങളുണ്ട്, ഒരു കമ്മൽ അല്ലെങ്കിൽ ഓരോ മോതിരം. എത്ര കഷ്ടപ്പാട് വന്നാലും അതാർക്കും അവർ കൊടുക്കൂല, എന്ത് ചോദിച്ചാലും കൊടുക്കൂല. എന്താ പറയല്, എൻ്റെ ഫൗസി മോളെ കല്യാണം വരുന്നുണ്ട്, എൻ്റെ ആയിഷ മോളെ കല്യാണം വരുന്നുണ്ട്, അവിടത്തേക്ക് എടുത്തു വെച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പലതും തന്നിട്ടുണ്ട്. ഫൗസിക്ക് എന്താ കിട്ടിയത്? ഓള് ഞാൻ പറഞ്ഞ പോലെ കിതാബ് പഠിച്ച, ഇഫ്ള് പഠിച്ച മോളല്ലേ, ഓളെ കല്യാണത്തിന് ഉമ്മാവരെ ആയുഷ്കാലത്ത് ഇത് കൊടുക്കണം എന്ന് പ്രതീക്ഷിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പാത്തു വെക്കുക എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ അതിന് പറയാം. സ്വർണത്തിൻ്റെ ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു ആഭരണം അവർ പാത്തു വെക്കും, ആർക്കും കൊടുക്കും. എത്ര കഷ്ടപ്പെട്ടാലും തട്ടിമുട്ടിയിട്ട് അതങ്ങനെ നീക്കം ചെയ്ത് വിഷമം വന്നാൽ തന്നെയും ആ സ്വർണം വിൽപ്പന നടത്തൂല. അതാ മോക്കാൻ ആഗ്രഹിച്ച. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ്. ആദം നബി മുതലുള്ള എല്ലാ നബിമാർക്കും അള്ളാഹു ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. എന്താ ഓഫർ എന്നറിയാം? ദ്വാരുന്ന ഉടനെ, ചുണ്ടെന്ന് വീണ ഉടനെ ഉത്തരവുറപ്പ്. എല്ലാ നബിമാർക്കും ആ ഓഫറുണ്ട്. എല്ലാ നബിമാരും അവരുടെ അർജൻ്റ് ആവശ്യങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ദ്വാരുന്നു. എനിക്കും കുറേ അർജൻ്റ് ആവശ്യങ്ങളൊക്കെ വന്നിരുന്നു. എൻ്റെ കുടുംബത്തിനെ കളിയാക്കിയ കാലമുണ്ടായിരുന്നു. എൻ്റെ ഭാര്യക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ച കാലമുണ്ട്. എൻ്റെ ഹംസത്തോറെ കഷ്ണം കഷ്ണമാക്കി കൊന്ന കാലമുണ്ട്. എൻ്റെ മിസ്സഭങ്ങളെ കഷ്ണമാക്കിയ കാലമുണ്ട്. എൻ്റെ സെയ്ദ് എന്ന പോറ്റുമോനെ കഷ്ണം കഷ്ണാക്കിയിട്ട് കൊന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിനെ പലതും അവർ വിളിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഈ ദുആ പുറത്തെടുത്തിട്ടില്ല. അതൊക്കെ തട്ടിമുട്ടി ആ കഷ്ടപ്പാടൊക്കെ സഹിച്ച് മുന്നോട്ട് പോയി. ഇതെന്തിനാ എടുത്തു വെച്ചെന്ന് വെച്ചാൽ, എന്നെ നോക്കിയിട്ട് വരുന്ന സാധുക്കളുണ്ടാവും ഉമ്മത്തിൽ, അവർക്കാകെ പ്രതീക്ഷ എന്നെയാണ്. അവർ സർവകാലത്തും അള്ളാഹിനോടായിട്ട് പറഞ്ഞത് തന്നെ, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വാഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. എന്നെ തവസ്സുലാക്കി ഇസ്തിഗാസ ചെയ്തു അവരെന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടത്തേക്ക് എടുത്തു വെച്ചതാണ്. എത്ര അധികം വധശ്രമം നടന്നു തങ്ങൾക്കെതിരെ, എന്തെല്ലാം കൂക്കി വിളിച്ചു തങ്ങൾക്കെതിരെ. സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിനെ തോയിഫുകാർ എറിഞ്ഞില്ലേ, ബ്ലഡ് വന്നില്ലേ. തങ്ങൾ ഇരുന്നിടത്ത് എണീക്കുമ്പോൾ തങ്ങളെ ചെരുപ്പ് ബ്ലഡിൻ്റെ കളറായില്ലേ, രക്തൊഴുകിയില്ലേ. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം വന്നിട്ട് ചോദിച്ചില്ലേ, ഈ പർവ്വതം അങ്ങ് ഇട്ട് നശിപ്പിക്കട്ടെ എന്ന്. വേണ്ട ജിബ്രീലേ, പാവം. ആ ദുആക്കൊന്ന് പുറത്തെടുത്തൂടായിരുന്നോ? ഇല്ല, പുറത്തെടുത്തിട്ടില്ല. ഇഷ്ടക്കാരനായ ഇളയപ്പയാണ് ഹംസത്തോരി റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധത്തിൽ ചാട്ടൂളി എറിഞ്ഞിട്ട് ഹംസത്തങ്ങളെ കൊന്ന്. ഹംസത്തങ്ങൾ പെടയുമ്പോൾ ശത്രുക്കൾ ഓടി വന്നിട്ട് കൈക്കും കാലിനും ചവിട്ടിയത്രേ, പെടയാൻ വിടുന്നില്ല. തല അറുത്തു, ഈർച്ചവാള് കൊണ്ട് കഴുത്തു മുതൽ പൊക്കിൾ വരെ കീറി. രണ്ട് കൈ ശത്രുക്കൾ ഇട്ടിട്ട് വലിച്ചു കീറിയിട്ടാണ് കരൾ ചവച്ച് തുപ്പുന്നത്. സ്വഹാബത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്, മുത്തുനബി കണ്ടക്കല്ല ഹംസത്വങ്ങളുടെ ശരീരം കണ്ട് കരഞ്ഞുപോയി.
സ്വഹാബത്ത് പറഞ്ഞല്ലോ, ഇത്രമേൽ ജീവിതത്തിൽ തങ്ങൾ കരയുന്നൊരു ഘട്ടം നമ്മൾ കണ്ടിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, യാ ഹംസ, യാ അമ്മൽ മുസ്തഫ, യാ കാശിഫൽ ഖുർബാത്ത്, എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ പറയാൻ പറ്റിയ ഒരു അഭയ കേന്ദ്രമല്ല എൻ്റെ ഇളയപ്പ, എന്ത് കിടത്തായി കിടക്കണത്. ആ ഹംസ തങ്ങൾ കൊല്ലപ്പെട്ടപ്പോഴും ആ ദുആ പുറത്തെടുത്തിട്ടൊന്നുമില്ല, അമ്മക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. ഈ തങ്ങളെ സ്നേഹിക്കണമെന്ന് ഇനി നമുക്കൊക്കെ ബോധ്യമാവാൻ വല്ല ഖുർആനായത്തും വേണോ? നമുക്ക് ഹദീസിൻ്റെ പ്രമാണങ്ങൾ വേണോ? ഏത് കിതാബിലാണ് ചരിത്രമെന്ന് പേജ് നമ്പർ അടക്കം ഉദ്ധരിക്കണോ നമ്മൾ? വേണ്ടല്ലോ. ഈ തങ്ങളെ സ്നേഹിക്കാനല്ലേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം തന്നതു തന്നെ. അത് സ്വഹാബത്ത് കാണിച്ചു തന്നു. എന്താണ് മഹബ്ബത്തെന്ന് അവർ കാണിച്ചു തന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉരുകി തീർന്നുപോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വർത്താനം കേട്ടിട്ട് കരയാ. എന്താ വർത്താനം? മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് എനിക്ക് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിരിക്കല്ലേ ശരിക്കും വേണ്ടത്? അൽഹംദുലില്ലാഹ്, ഞാനല്ല വേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാ. എന്താ സിദ്ദീഖ് കരയണത്? എന്തിനാ തങ്ങളെ അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ പറഞ്ഞത്? അബൂബക്കറിന് അങ്ങനെ ഒരു സ്വത്തില്ലല്ലോ. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നല്ലേ. പിന്നെന്തിനീ അബൂബക്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്? എന്നെ തന്നെ തങ്ങൾക്ക് തന്നല്ലേ. കണ്ടങ്ങള് അതാണ് മുഹബ്ബത്ത് എന്ന് പറയുന്നത്. അവരുടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ സമർപ്പിച്ചു. ഉഹദിൽ തങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു ന്യൂസ് ആരോ പരത്തി. അപ്പോഴാണ് വീട്ടിൽ നിന്ന് കബിഷ ബീവി ഇറങ്ങി ഓടുകയാണ് ഉഹദിലേക്ക്. ഇടയിൽ വെച്ച് ആരോ പറഞ്ഞു ഉപ്പ കൊല്ലപ്പെട്ടു. മുത്തുനബിക്ക് എന്തായത്? മുത്തുനബിക്ക് എന്തായത്? അതേ അവർക്ക് അറിയണ്ടുള്ളൂ. ഇടയിൽ വെച്ച് മറ്റൊരു ന്യൂസ്, നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു. എന്റെ ചോദ്യം മനസ്സിലാകുന്നില്ല. എന്റെ റസൂലുള്ളാഹിക്ക് എന്തായത്? നിങ്ങളെ മകനും കൊല്ലപ്പെട്ടു, കുടുംബത്തിലെ 4 പേര് കൊല്ലപ്പെട്ടു എന്ന ന്യൂസ് വരുമ്പോഴും കബിഷ ബീവിക്ക് ഒറ്റോന്നേ അറിയണ്ടു. തങ്ങക്കെന്തായത്? ഈ മഹബ്ബത്തിലേക്ക് നമ്മൾക്കിനി എത്ര കാലം ഓടാനുണ്ട്, എത്ര സഞ്ചരിക്കാനുണ്ട്. അതാണ് കൂട്ടുകാരെ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ. ആ മഹബ്ബത്താണ് നമുക്ക് വേണ്ടത്. അതാണ് ദുനിയാവും ആഖിറവും വിജയിക്കാനുള്ള ഏക വസീല. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു മോൾ എങ്ങനെയാ ഒരു കാമുകനുമായി ചാറ്റിംഗ് നടത്തുക? എങ്ങനെ നബി തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാ വേറൊരു തെറ്റിലേക്ക് പോകാൻ തോന്നുക? അതല്ലേ ഷഹറാനി ഇമാം റഹിമഹുല്ലാ പറഞ്ഞത്, മോനെ നീ എല്ലാ ദിവസവും നിസ്കാരങ്ങളിൽ ഫർള് നിസ്കാരം 17 റക്അത്ത്, അതിൽ 9 തഹയ്യാത്തുണ്ട്. സുബഹിന് 1, ളുഹറിന് 2, അസറിന് 2, മഗ്രിബിന് 2, ഇശാഇന് 2, അപ്പോൾ 9 തഹയ്യാത്തിൽ നമ്മൾ പറയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ സലാം. എന്താണ് ഈ സലാമിൻ്റെ അർത്ഥം? ലവാഖി എന്ന ഗ്രന്ഥത്തിൽ ഷഹറാനി ഇമാം പറയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നബിയെ തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ എതിരെ ഞാനൊന്നും ചെയ്യൂല നബിയെ. ഈ ആയിഷയാ പറയണത്, ഈ ഫാത്തിമയാ പറയണത്, ഈ അബ്ദുള്ളയാ പറയണത്. വിശ്വാസമില്ല, തങ്ങൾക്ക് വിശ്വാസമില്ല. പണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ തങ്ങളെ കണ്ടതിന് ശേഷം എൻ്റെ കണ്ണുകൊണ്ടൊരു ഹറാമ് കണ്ടിട്ടില്ലെന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ തങ്ങളെ കൈ തൊട്ടതിന് ശേഷം ഈ കൈ കൊണ്ട് ഇന്നേ വരെ ഒരു ഹറാമ് പോയിട്ട് എൻ്റെ രഹസ്യഭാഗം ഔറത്ത് തന്നെ തൊട്ടിട്ടില്ലെന്ന്. ആ ഉസ്മാൻ തങ്ങളെ ആ അലി റളിയല്ലാഹു അൻഹു മുൻനിർത്തിയിട്ടാ പറയണത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ എതിരെ ഞാനൊന്നും ചെയ്യൂല നബിയെ. വാക്ക് നബിയെ. റൗലയിൽ നിന്ന് വഅലൈക്കുമുസ്സലാം പറഞ്ഞ് കിട്ടണ്ടേ? നമുക്ക് കിട്ടണം. അങ്ങനെ വീണ്ടും സുബഹിന് നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇശാഇന് നമ്മൾ പറഞ്ഞത് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ലാസ്റ്റ് സീൻ ടുഡേ 2:36 ആണെങ്കിൽ 12:35 ആണെങ്കിൽ എന്തായിരുന്നു ആ 4 മണിക്കൂർ ബെഡ്റൂമിൽ നമ്മൾ ചെലവഴിച്ചത്? എന്താണ് അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞത്? സത്യമാണോ അല്ല പറഞ്ഞത് പൊള്ളാണോ? ആത്മാർത്ഥതയോടെയാണോ നമ്മൾ പറഞ്ഞത്? ആ വിചാരം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അതാണ് ഷഹറാനി ഇമാം വീണ്ടും തുടരുകയാണ്. ലവാഖിഉൽ ഉഹൂദിൽ മുഹമ്മദിയ കിതാബിൽ വിശദീകരിക്കുകയാണ്. എന്തു പറയുന്നു?
പുറത്തറിഞ്ഞാൽ വഷളാവുന്ന തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മോനെ, ആ ശുദ്ധിയുള്ള നേതാവിൻ്റെ ശഫാഅത്ത് നിനക്ക് എങ്ങനെയാണ് കിട്ടുക? എങ്ങനെ കിട്ടും? നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ റൗളയിൽ നിന്ന് അവിടുത്തെ ഖൽബ് വേദനിക്കും. അഹ്സന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബരിഹി എന്ന് ഹാഫിള് ഇബ്നുൽ ജൗസി തങ്ങൾ ബഹറുദ്ദുമൂഇന്റെ 2-ാം അധ്യായത്തിൽ കൊണ്ടുവരുന്നു. അവ നമ്മൾ ശുദ്ധരാവണം. എങ്ങനെയാ ശുദ്ധിയാവുക? സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാമുമാർ എഴുതി സ്വലാത്ത് ചൊല്ലിയിട്ട് ശുദ്ധിയാവണം. എന്താണ് സ്വലാത്തിൻ്റെ മഹത്വം? ഒന്നാമത്തെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പമുണ്ടാകും എന്നുള്ളതാണ്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളത്, എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ സീറ്റ്, എൻ്റെ അടുത്തിരിക്കാനുള്ള സംവിധാനം, അഥവാ തങ്ങളെ കാണും വിധത്തിൽ ഇരിക്കാനുള്ള സീറ്റ്, എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്തില്ലിയവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെ നാട്ടിൽ 500 വീട്ടുകാരുണ്ട് എന്ന് വിചാരിക്കുക. ഈ 500 വീട്ടുകാരും ഒരു കാലത്ത് ആയുസ്സത്തി മരിക്കും. മഹ്ശറിൽ നമ്മളെല്ലാവരും തമ്മിൽ തിരിച്ചറിയും. അതിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പമുണ്ടാവുന്ന വീട്ടുകാരൻ ആരായിരിക്കും? എപ്പോഴും സ്വലാത്തില്ലെന്ന മനുഷ്യനായിരിക്കും. നമ്മളെ ഉമ്മാമ്മമാരെ കണ്ടില്ലേ? അവരെത്രയാ ചൊല്ലിയത്? അവരെത്ര സ്വലാത്താ ചൊല്ലിയത്? കോളേജിൽ പോകുന്ന കുട്ടികൾ ഇപ്പോൾ കൗണ്ടർ എടുത്ത് നടക്കുകയാണ്. എത്ര സ്വലാത്താ കുട്ടികൾ ചൊല്ലുന്നത്? പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലേക്ക് പരിപാടിക്ക് വരാൻ എത്തിയാൽ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വരുന്ന ചെറുപ്പക്കാർ, അൽഹംദുലില്ലാ, നല്ല മക്കളെ കാണാം. അവരുടെ ഏതെങ്കിലും ഒരു വിരലിന് കൗണ്ടർ കാണാം. കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ചെറുപ്പക്കാര് മോനെ, നഷ്ടമാവില്ല. നിന്റെ ഏത് ഘട്ടത്തിലും നീ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ പേരിൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവരാണ് എന്നോട് മഹ്ശറിൽ കൂടുതൽ ഉണ്ടാവുക. ഉമ്മമാരെ, അടുക്കളയിൽ, ബെഡ്റൂമിൽ, എല്ലായിടങ്ങളിലും ചൊല്ലാൻ പറ്റുന്ന സർവ്വസ്ഥലങ്ങളിലും നമ്മുടെ ചുണ്ടിൽ സ്വലാത്ത് ഉണ്ടാവണം. മോമിനീങ്ങളുടെ ചുണ്ടിൽ മലക്കൾ വന്നിരിക്കും. ചൊല്ലുന്ന സ്വലാത്ത് റൗളയിൽ കൊണ്ടുപോക്കാണ് അവരുടെ ഡ്യൂട്ടി തന്നെ. ആ മലക്കുകൾ നമ്മുടെ ഇഷ്ടക്കാരായി മാറണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൻ്റെ അടുത്തേക്ക് ആ മലക്കുകൾ വരും. എന്നിട്ട് അവർ ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഒന്നാമത്തെ നേട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്രമേൽ അടുപ്പം ആയിരിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന വിഭാഗം ആരാണ്? ഹദീസ് പണ്ഡിതന്മാരാണ്. അവരുടെ ഏത് കിതാബ് അവരെഴുതുമ്പോഴും അൻ അബീ ഹുറൈറത ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, عن ابن مسعود قال رسول الله صلى الله عليه وسلم, عن عائشة قالت سمعت رسول الله صلى الله عليه وسلم. ബുഖാരിയിൽ എഴുതി വെച്ചു, മുസ്ലിമിൽ രേഖപ്പെടുത്തി, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ എഴുതി വെച്ചു. ഈ കിതാബുകളൊക്കെ എഴുതി വെക്കുമ്പോൾ ആ സ്വലാത്ത് ആ പേജിലുള്ള കാലത്തോളം അതാരെല്ലാം ചൊല്ലുന്നുണ്ടോ അതിൻ്റെ ഒക്കെ കൂലി ഇമാമുമാർക്കാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും തൗഫീക്ക് കിട്ടിയത് ഹദീസിൻ്റെ പണ്ഡിതന്മാരാണ്. ബുഖാരി ഇമാമിൻ്റെ കൂലി എത്രയായിരിക്കും? കോടിക്കണക്കിന് സ്വലാത്തല്ലേ ബുഖാരി പാരായണം ചെയ്യുന്നവർ ഓരോ മാസങ്ങളിലും ദിവസങ്ങളിലും ചൊല്ലിത്തീർക്കുന്നത്. അപ്പോൾ ബുഖാറയിൽ കിടക്കുന്ന മഹാന്റെ പ്രതിഫലം എത്രയേ! എന്ത് ധൈര്യത്തിലായിരിക്കും അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകുക. നമ്മൾ എന്താ നമ്മുടെ കയ്യിലുള്ളത്? തങ്ങളുടെ അടുത്തേക്ക് പോകാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ ചോദിക്കണം. ബുഖാരി ഇമാമിന് ബുഖാരി എന്ന കിതാബുണ്ട്. ബുഖാരി ഇമാമ് തന്നെ അത് പറഞ്ഞില്ലേ, എന്നോടെങ്ങാനും ആഖിറത്തിൽ അള്ളാഹു ചോദിച്ചാൽ എന്താ ബുഖാരി, മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്താ നിങ്ങൾ ചെയ്തത് ആയുഷ്കാലത്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 10,000 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിച്ച് അതിൽ നിന്ന് കടന്നെടുത്ത്
ഈ ഹദീസ് എഴുതണോ വേണ്ടിയോ എന്ന് നിന്നോടായ റബ്ബിനോട് ഇസ്തിഖാറത്ത് നടത്തി ഓരോ ഹദീസ് എഴുതുമ്പോഴും വുളു എടുത്ത് കുളിച്ച് ഇസ്തിഖാറത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ച് ഹദീസുകൾ 16 കൊല്ലം കൊണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ് ഞാൻ എഴുതുമ്പോൾ 7000+ ഹദീസുകളാണ് അതിലുള്ളത്. 7000+ ഹദീസാകുമ്പോൾ 14000 റക്അത്ത് അവർ നിസ്കരിച്ചിട്ടുണ്ടാകും. 14000 റക്അത്തിൽ 28000 സുജൂദുകൾ ഉണ്ടാകും. ഇത് ഹദീസ് എഴുതിക്കോ എന്ന് പെർമിഷൻ കിട്ടിയ റക്അത്ത്. ഇത് എഴുതണ്ട എന്ന് പറഞ്ഞതിൻ്റെ കണക്ക് വേറെ വരാനുണ്ട്. ഇങ്ങനെയുള്ള നീണ്ട കഥയുടെ ഒരു കഥകളുടെ പിന്നാമ്പറങ്ങളുള്ള ബുഖാരി എന്ന കിതാബ് അള്ളാഹ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതാണ് ഞാൻ ചെയ്ത ആയുഷ്കാലത്തെ ഏറ്റവും വലിയ കർമ്മമെന്ന് പറയുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾക്ക് തുഹ്ഫയുണ്ട്, മഹല്ലി ഇമാമിന് കൻസുർ റാഗിബീനുണ്ട്. 300-ലധികം കിതാബ് എഴുതിയിട്ട് ഷെഹറാൻ ഇമാം അഭിമാനത്തോടെ വരുമ്പോൾ നമുക്കെന്തുണ്ട് കൂട്ടുകാരെ? സാധാരണക്കാരായ നമുക്കെന്തുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കാൻ നമുക്ക് പറ്റുമോ? അടുത്തേക്ക് പോകാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി ഒരാളിങ്ങനെ തമാശക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. പൊതുവിൽ അറബികൾ ഇങ്ങനെ താടി തടവാറുണ്ട്. ആ സ്റ്റൈലിലാണ് ഒരു ആളിങ്ങനെ താടി ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചിരിക്കുന്ന വാള് തിരിച്ചു പിടിച്ചിട്ട് പിടിക്കുന്ന ഭാഗം കൊണ്ട് അയാളുടെ കൈ തട്ടിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ താടി തൊട്ടു പോയിനെങ്കിൽ. ഈ ഉമർ തങ്ങളൊക്കെ അടുത്തുണ്ടാവുമ്പോൾ നമ്മൾ എന്തെന്നും കൊണ്ടാ പോവുക? ഐഫോണായിട്ട് പോകാൻ ഏതായാലും പോസിബിൾ അല്ലല്ലോ. അതിനൊറ്റ വഴി കസറത്തു സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് മജ്ലിസ് മാസാമാസം നടക്കുന്നത് 4-5 പ്രായമുള്ളവർക്കോ 3 താത്താമാർക്കോ അല്ല, പിന്നെ മദ്രസയിലെ പിള്ളേർക്കോ അല്ല. കൂട്ടുകാരെ, നാളെ ആഖിറത്തിൽ തങ്ങളോട് അടുപ്പുണ്ടാവാനാണ്. വാർഷിക പരിപാടിക്ക് സജീവമായാൽ മാത്രം പോരാ. മാസാമാസം നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ, വെള്ളിയാഴ്ച രാവുകളിലെ പള്ളികളിലെ മജ്ലിസിൽ നമ്മൾ ഉണ്ടാവണം. എന്നിട്ട് നമ്മുടെ പേര് റൗളയിൽ പോയിട്ട് മലക്കൾ പറയും, ഇന്നാലിന്ന ഷഫീഖ്, ഇന്നാലിന്ന റഫീഖ്, ഇന്നാലിന്ന അബ്ദുള്ള, തങ്ങളുടെ പേരിൽ സ്വലാത്ത് എല്ലിയിട്ടുണ്ട് നബിയേ. അപ്പോൾ തങ്ങളുടെ മനസ്സിൽ നമ്മളെ പേര് സേവായി കിട്ടും. വമൻ ദഖലഹു കാന ആമിന, ഒരാളുടെ പേര് തങ്ങളുടെ മനസ്സിൽ സേവായാൽ കാന ആമിന, അയാൾ സ്വർഗത്തിൽ പോവാതെ തങ്ങൾ പോവില്ല. ലിസ്റ്റും ഓക്കെ ഓക്കെ ഓക്കെ. ഇയാളെടുത്തു എങ്ങനെ? എൻ്റെ പേരിൽ സ്വലാത്തില്ലാണോ? പറ്റൂല. ഷഫാത്ത് സ്വർഗം. വമൻ ദഖലഹു കാന ആമിന, തങ്ങളുടെ മനസ്സിൽ നമുക്ക് പേരുണ്ടാവും. അതാണ് ഒന്നാമത്തത്. അവിടുത്തോട് നല്ല അടുപ്പം ഉണ്ടാവും. അപ്പൊ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുപ്പം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉസ്താദേ കൂടുതൽ സ്വലാത്ത്? അതിന് ചില മഹാന്മാർ പറഞ്ഞു, ഡെയിലി 300 സ്വലാത്തെങ്കിലും ചൊല്ലുമ്പോഴാണ് കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ എന്ന് പറയുക. ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ലാ പറഞ്ഞു, ഇന്നൽ ഇക്സാറ ലാ യഹ്സുലു ഇല്ലാ ബിതഫ്രീഗി അക്സരി ഔഖാത്തിൽ ഇബാദത്തി ലഹാ ഐ അസ്സലാത്ത് ലിസ്സലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ ആയുഷ്കാലത്തിലെ പ്രധാന സമയങ്ങൾ മുഴുവനും അയാൾ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അയാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരായി മാറും. അങ്ങനെ പറഞ്ഞാൽ അതിനെ നമുക്ക് ഇനി പറയും വിധത്തിൽ വ്യാഖ്യാനിക്കാം. അതെന്തേ? അയാളെ കുറിച്ചിട്ട് അയാളുടെ ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും ഒക്കെ പറയേണ്ടത് മൂപ്പരൊക്കെ കഴിച്ചിലാവും, എപ്പോ സലാത്താണ്. അങ്ങനെ പറഞ്ഞ മൂപ്പര് ഭക്ഷണം കഴിക്കില്ല എന്നാണോ? അല്ല. ടോയ്ലറ്റ് പോകാറില്ല എന്നാണോ? അല്ല. ജോലി ചെയ്യാറില്ല എന്നാണോ? അല്ല. വേറെ സാധാരണ ക്രയവിക്രയങ്ങളെ ഇടപെടാറില്ല എന്നാണോ? അല്ല. പിന്നെന്താ മോനെ കുറിച്ച് ഉമ്മ അങ്ങനെ പറയണത്? ഭാര്യ മരിച്ചപ്പോ ഭർത്താവിന് ഓക്ക് സ്വലാത്തുണ്ട് ഉസ്താദേ, ഓള് രക്ഷപ്പെടും ഉസ്താദേ. എന്താ ഭർത്താവ് അങ്ങനെ പറയണത്? ഓർ അടുക്കള പണിയൊന്നും എടുക്കാറില്ല, അങ്ങനെയൊന്നുമല്ല. ഒരു പരമാവധി സമയത്തോളം ചുണ്ടിൽ സ്വലാത്ത് ഉണ്ടാകും. ആ മോന്റെ സ്വലാത്ത് മുടങ്ങിപ്പോയ സമയങ്ങളില്ല എന്ന് പറഞ്ഞാൽ പരമാവധി സമയത്ത് സ്വലാത്ത്.
കാറിലുണ്ടാവും. അതിൻ്റെ അർത്ഥം പോലീസ് കൈ നീട്ടിയിട്ട് ലൈസൻസ് എവിടെ എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കൂല എന്നാണോ? വർത്തമാനം പറയൂല എന്നാണോ? ഞെട്ടൂട്ടിയുള്ള ചാർജുള്ള പോലീസുകാർ എവിടെ പോയതാ? കുമ്പളയിൽ. എവിടുന്നാ വരുന്നത്? കുമ്പളയിൽ നിന്ന്. എവിടെ പോണത്? ബദിയടുക്കയിലാണ് വീട്. ഒക്കെ വർത്താനം പറയുന്നുണ്ട്. അപ്പോഴും പിന്നെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണോ പറഞ്ഞത്? മൂപ്പര് സ്വലാത്തിൻ്റെ ആളാണ്. അങ്ങനത്തെ ഒരു ക്രെഡിറ്റാണ്. മൂപ്പര് മരിച്ചപ്പം ഏറ്റവും അടുപ്പുള്ള ആൾക്ക് കൊടുക്കാനുള്ള ആത്മീയ വിലാസം വൈഫിൻ്റെ കമൻറ്റ്, എൻ്റെ ഭർത്താവ് രക്ഷപ്പെടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നല്ല സ്വലാത്തില്ലും അധികം സ്വലാത്ത് നല്ല ചൊല്ലുന്ന ആളാണ്. അത് മതി. അതന്നെയാണ് ഈ സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവർ എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനമെന്ന് ഇബ്നു ഹജർ തങ്ങളുടെ വാക്കുകളെ വിശദീകരിച്ച് മഹാന്മാർ പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ നേട്ടം, മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവർ സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവരായിരിക്കും. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അവിടുത്തെ ശഫാഅത്ത് കിട്ടും. ലോകത്ത് സ്വലാത്തിന് ആയിരക്കണക്കിന് മഹത്വങ്ങളുണ്ട്. ഒരു മഹത്വമില്ല ഈ മഹത്തേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തില്ലെന്നവർക്ക് സ്പെഷ്യൽ തങ്ങളുടെ ശഫാഅത്ത് ഉണ്ട് എന്ന ഒറ്റ മഹത്വം തന്നെ മതി സ്വലാത്തിൻ്റെ പവർ മനസ്സിലാക്കാൻ. തങ്ങൾ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പേടിക്കേണ്ടത്? സ്വർഗം അള്ളാഹു തങ്ങൾക്ക് കൊടുത്തല്ലേ? സ്വർഗത്തിൻ്റെ വാതിലല്ലേ തങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരിങ്ങനെ പരാജയപ്പെട്ടത് കണ്ടാൽ അള്ളാഹുവിലേക്ക് റെക്കമെൻഡിന് വേണ്ടിയിട്ട് നോക്കും. അപ്പം അള്ളാഹ് ചോദിക്കും, തങ്ങളെന്തേ? അത് നമ്മളെ ഇഷ്ടപ്പെട്ട ആളാണ്. ആയിക്കോട്ടെ, തങ്ങൾ എന്തിനാ പഠിക്കുന്നത്? തങ്ങൾക്ക് ഇഷ്ടവരൊക്കെ സ്വർഗത്തിൽ എത്തിച്ചിട്ട് മതി. ബാക്കി കണ്ടോ? തങ്ങളുടെ ശഫാഅത്ത് ഒരാൾക്ക് കിട്ടുമെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ അയാൾ ഈമാനോടെ മരിക്കും എന്നാണ്. അതാണ് മഹാന്മാർ പറഞ്ഞത്, സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നു എങ്കിൽ അയാൾക്ക് ആത്മാർത്ഥമായ മഹബത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരു മജ്‌ലിസ് ചെയ്യുമ്പോൾ കുറച്ച് സ്വലാത്ത് ഇല്ല, പിന്നെ മൂപ്പർക്ക് സ്വലാത്തേ ഇല്ല എങ്കിൽ മഹബത്ത് ഇനിയും കിട്ടാനുണ്ട്. സ്വലാത്ത് കൂടുതൽ ചൊല്ലുക എന്നുള്ളത് ഹിയ അദ്ദലീലു സ്വാദിഖു, അയാൾക്ക് ആത്മാർത്ഥമായ മഹബത്തുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അയാൾ കുറേ സ്വലാത്ത് ചൊല്ലുന്നു എന്നുള്ളത്. സ്വലാത്ത് കൂടുതൽ ചൊല്ലുക, അങ്ങനെ ചൊല്ലിയാൽ അയാൾക്ക് സ്പെഷ്യൽ ശഫാഅത്ത് ഉണ്ടാവും, സ്പെഷ്യൽ പരിഗണന ഉണ്ടാവും തങ്ങളുടെ. ഒരാൾ രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് എൻ്റെ പേരിൽ ചൊല്ലിയാൽ അദ്റക്തുഹു ശഫാഅതി യൗമൽ ഖിയാമ. രാവിലെയും വൈകുന്നേരവും ഒരാൾ 10 വീതം സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് എൻ്റെ ശുപാർശ കിട്ടും, എൻ്റെ ശഫാഅത്ത് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ചെക്കന്മാരോടാണ് ഞാൻ പറയണത്, പുതിയ തലമുറയോടാ പറയണത്. 86,400 സെക്കൻഡിൻ്റെ പേരാണ് 24 മണിക്കൂർ എന്നുള്ളത്. രാവിലെ 10 വൈകുന്നേരം 10 വീതം സ്വലാത്ത് അല്ലാൻ 2 മിനിറ്റേ വേണ്ടുള്ളൂ. 2 മിനിറ്റ്. സുബഹിന് ശേഷം അവിടെ ഇരുന്നിട്ട് 10 സ്വലാത്തില്ല, മഗ്‌രിബിന് ശേഷം അവിടെ ഇരുന്നിട്ട് 10 സ്വലാത്തില്ല. ആ സ്വലാത്ത് നീ ഡെയിലി കൊണ്ട് നടക്കുന്നുണ്ടോ? കളവ് പറയാത്ത നേതാവിന്റെ നാവിലൂടെ വരുന്നു, അദ്റക്തുഹു ശഫാഅതി യൗമൽ ഖിയാമ, ഞാൻ ഓൻക്ക് ശുപാർശ ചെയ്യും. അല്ലാഹ് ഉണ്ടെന്ന് പഠിപ്പിച്ച തങ്ങളാ പറയണത്, ഞാൻ ഓൻക്ക് ശുപാർശ ചെയ്യും. തൊബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിനെ വ്യാഖ്യാനം ചെയ്യുന്ന മഹാന്മാർ പറയുന്നുണ്ട്, അയാൾ ഈമാനോടെ മരിക്കുന്നല്ലേ അതിൻ്റെ അർത്ഥം? അയാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? അയാൾക്ക് തങ്ങളുടെ പരിഗണന മഹ്ശറിൽ കിട്ടുമെന്ന് ഉറപ്പല്ലേ? സ്വലാത്തല്ലേ അയാൾ മുറുകെ പിടിച്ചിരിക്കുന്നത്? അയാൾ രാവിലെയും വൈകുന്നേരവും എപ്പോഴും 10 വീതം സ്വലാത്ത് ചൊല്ലുന്ന മോനാണ്, മോളാണ്. അപ്പം അയാളുടെ സ്വലാത്ത് എപ്പോഴും മലക്കൾ എത്തിക്കും. മലക്കൾ സ്വലാത്ത് എത്തിക്കുന്ന രൂപം തന്നെ എങ്ങനെയാണെന്നറിയോ? യുസല്ലി അലൈക ഫുലാൻ ബിൻ ഫുലാൻ, നബിയെ ഇന്നാലിന്നാളുടെ മകൻ ഇന്നാലിന്നയാൾ സ്വലാത്തിലിരിക്കുന്നു.
ശരിക്കും സ്വലാത്ത് ചെല്ലുന്ന മോളോ മോനോ നമുക്കുണ്ടെങ്കിൽ ഉപ്പാക്ക് ഓഫറാണ് ശരിക്കും. എന്തുകൊണ്ട്? ഉപ്പാക്ക് ഫ്രീ ആയിട്ട് ഉപ്പാരെ പേര് റൗളയിലെത്തും. യുസല്ലി അലൈക ഫുലാനു ബിനു ഫുലാൻ, അബ്ദുൽ കരീമിൻ്റെ മകൻ അബ്ദുള്ള തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. ആരാ സ്വലാത്ത് ചൊല്ലിയത്? അബ്ദുള്ള എന്ന ഡിഗ്രി ഫസ്റ്റ് ഇയറുകാരൻ. എന്നിട്ട് ഉപ്പാൻ്റെ പേര് കൂടി അവിടെ എത്തും. ഉപ്പാക്ക് ഫ്രീ ആയിട്ട് തങ്ങളിലേക്ക് എൻട്രി. അപ്പോൾ തങ്ങളുടെ മനസ്സിൽ ഈ ഉപ്പിയും സേവ് ആവും. അതാണ് മഹാന്മാർ പറഞ്ഞത്, സ്വലാത്ത് ചൊല്ലുന്ന മക്കളുണ്ടെങ്കിൽ ഉപ്പാക്ക് കൈച്ചലാവാം. അതിനല്ലേ പറഞ്ഞത് SSFൻ്റെ മക്കളാക്കണമെന്ന്. അതിനല്ലേ പറഞ്ഞത് അസ്വലാത്തു അലൻ നബി എന്ന മൗലിദിൻ്റെ മജ്ലിസിൽ കുട്ടികൾ പങ്കെടുക്കണമെന്ന്. സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വ ആലിഹി മഹലറക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്ന്. അതിന് 6ാം ക്ലാസ്സിൽ നിന്ന് മദ്രസ ഒഴിവാക്കി എങ്ങനെ ഇത് കിട്ടുക? ഞാൻ പിന്നെ പിള്ളേരൊന്നും 2 സംഘടനയിലും ഇടാറില്ല എന്ന അജണ്ടയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതെങ്ങനെയാ പോസിബിൾ ആവുക? എങ്ങനെയാ നടക്കുക? പറ്റില്ല. അപ്പൊ രാവിലെയും വൈകുന്നേരവും 10 വീതം സ്വലാത്ത് ചെല്ലുന്ന ഒരു ഡിഗ്രി ഫൈനൽ ഇയറുകാരൻ അല്ലെങ്കിൽ +2കാരിയായ ഒരു മോൾ എപ്പോഴും സ്വലാത്ത് രാവിലെയും ചൊല്ലും 10, വൈകുന്നേരവും ചൊല്ലും 10. അപ്പൊ ഇയാളുടെ പേര് റൗളയിലെത്തും. ഡെയിലി റൗളയിൽ പേരെത്തുന്ന ആ കുട്ടിയുടെ പേര് ഒരു ദിവസം കാണാതിരുന്നാൽ തങ്ങളുടെ പൊതുവിലുള്ള സ്വഭാവം, ആരെങ്കിലും ജമാഅത്തിന് വരുന്ന ആൾക്കാർ ആരെങ്കിലും ഒരു ദിവസം മിസ്സായാൽ, 2ാമത്തെ ദിവസം മിസ്സായാൽ, 3ാമത്തെ ദിവസം കാണാതിരുന്നാൽ തങ്ങൾ ചോദിക്കും, എവിടെ നമ്മുടെ സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ എവിടെ? റളിയല്ലാഹു അൻഹു എവിടെ? അന്വേഷിക്കും. തങ്ങൾ അങ്ങനെയാ, എല്ലാവരും അന്വേഷിക്കും. അപ്പൊ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു മോളെ പേര് ഇന്നില്ല. ഖദീജാന്റെ പേരില്ല, ഫാത്തിമ ഫിദന്റെ പേരില്ല, അബ്ദുള്ള മോന്റെ പേരില്ല. മലക്കളോടൊക്കും എവിടെ പോയി? നബിയെ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ മരിച്ചുപോയി. കണ്ടോ, നമ്മുടെ മരണവിവരം റൗളയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ഖബറിലും നമ്മുടെ മരണാനന്തര കർമ്മങ്ങളിലും എങ്ങനെ ഇടപെടേണ്ടതെന്ന് തങ്ങൾ തീരുമാനിച്ചോളൂ. ഇനി എങ്ങനെയാണ് നമ്മളെ ഖബറിൽ നിന്ന് ശേഷമുള്ള കാലത്ത് കൈച്ചലാക്കേണ്ടതെന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മോൻ്റെ കാര്യം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കും. ചരിത്രം ധാരാളം തെളിവുണ്ട്. സമയം അനുവദിക്കാത്തതുകൊണ്ട് ആ വഴിയിലേക്ക് പോകാത്തതാണ്.